ഹലോ ഇറ്റ്സ് മീ സിബിൻ ഹിയർ. ഇന്നത്തെ വീഡിയോ ഒരു ചാറ്റ് ബോട്ട് തന്നെയാണ് ബിൽഡ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള AI ചാറ്റ് ബോട്ട് തന്നെയാണ്. നിങ്ങളിൽ പലരും ഞാൻ മിഡ്ജേണിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ പലർക്കും അത് ട്രൈ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട്. കൂടാതെ ChatGPT പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് DALL-E 3 ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ സ്വന്തം ഇമാജിനേഷനിൽ നിന്നും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പലർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് അവൈലബിൾ ആക്കിക്കൊണ്ട് ഒരു ചാറ്റ് ബോട്ട് ഞാൻ ഈ വീഡിയോ വഴി ബിൽഡ് ചെയ്യുകയാണ്. വാട്സപ്പിനുള്ളിൽ തന്നെ ലിബ്രോമി കണക്ട് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ DALL-E 3 API കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ടൂൾ ബിൽഡ് ചെയ്യുന്നത്. ഈ ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ അവൈലബിൾ ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇമാജിനേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇമേജസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിതെങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് ആദ്യം കാണാം. വീഡിയോയിൽ കിടക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ചാറ്റ് ബോട്ട് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ ആവശ്യം വരില്ല. അതുകൊണ്ട് ചാറ്റ് ബോട്ട് എങ്ങനെ ഉപയോഗിക്കുന്നുള്ള ഞാൻ ആദ്യം പ്രസൻറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ലിബ്രോമി കണക്റ്റിൻ്റെ നമ്പറിലേക്ക് ഞാൻ #start imagine എന്ന് പറഞ്ഞൊരു കോഡ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനോട് പ്ലീസ് ഡിസ്ക്രൈബ് യുവർ ഇമാജിനേഷൻ എന്ന് ചോദിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇമാജിനേഷൻ ഇവിടെ എൻ്റർ ചെയ്യാം. കേരള വില്ലേജ് സീനറി 500 years ബാക്ക് ട്രഡീഷണൽ ഹൗസസ് ആൻഡ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാനിവിടെ റൈറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് എന്ത് വേണമെങ്കിലും എൻ്റർ ചെയ്യാവുന്നതാണ്. സോ എൻ്റർ ചെയ്യുന്നു. ഈ ഒരു പ്രോംപ്റ്റ് കുറച്ച് സമയം എടുക്കും. നമ്മൾ മിഡ് ജേണിയിൽ ഡയറക്റ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതേ സമയം തന്നെ എടുക്കുന്നതാണ്. സോ നൗ ഇമേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുന്ന പാർട്ട് എന്തായാലും സ്കിപ്പ് ചെയ്യും. ലെറ്റ്സ് സീ. ഏകദേശം ഒരു 30 സെക്കൻഡ്സോളം ടൈം എടുത്തു, പക്ഷേ ഇമേജ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇമേജ് ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ തന്നെ ഒരു ട്രഡീഷണൽ കേരളം 500 years ബാക്ക് ഇങ്ങനെയായിരിക്കും എന്നാണ് AI ഇമാജിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമേജ് ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഐ വാണ്ട് ടു ട്രൈ മോർ. ഞാനിത് വേറെ കുറച്ച് കാര്യങ്ങളിൽ അഡീഷണൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് വരാം. ഞാൻ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു കമാൻഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു കമാൻഡ് ഞാൻ വീണ്ടും എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ കേരള വിമൻ വെയറിങ് എ സാന്റ ക്ലോസ് കോസ്റ്റ്യൂം ഡാൻസിങ് വിത്ത് ക്രൗഡ് അറ്റ് കൊച്ചിൻ കാർണിവൽ. ഇത് ഞാൻ ട്രൈ ചെയ്യുകയാണ്. നമുക്ക് നോക്കാം എന്താണ് റിസൾട്ട് വരാമെന്നുള്ളത്. ഇപ്പോൾ ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് ബോർഡ് എപ്പോഴും അവൈലബിൾ ആക്കിയിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം ഇതെത്രത്തോളം സെർവർ യൂസേജ് വരും, എത്ര ആളുകൾ ഇത് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ കോസ്റ്റ് അഡീഷണൽ മിഡ് ജേണിൽ നിന്ന് ബില്ല് വരും. സോ അതിനൊക്കെ അനുസരിച്ചായിരിക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ നിങ്ങളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. സോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ നോക്കിക്കോളൂ. ഇപ്പോഴും ഇമേജ് ജനറേറ്റ് ആയിട്ട് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. സോ ഒരു സാന്റ ക്ലോസിൻ്റെ ഒരു ലുക്കൊന്നും ആയിട്ടില്ല, എന്നാൽ പോലും എന്തൊക്കെയോ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രോംപ്റ്റ് പ്രോപ്പറായിട്ട് കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, എനിവേ നമുക്കിനി ഒരു പ്രോംപ്റ്റ് കൂടി വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഐ വാണ്ട് ടു ട്രൈ മോർ കൊടുക്കുവാണ്. ഞാനൊരു പ്രോംപ്റ്റ് കൂടി എൻ്റർ ചെയ്യാം. ലെറ്റ്സ് ഈ ഒരു പ്രോംപ്റ്റ് എൻ്റെയർലി എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഇമേജ് ജനറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് കൊള്ളാം. നമുക്ക് യൂണിക്കോൺ വന്നിട്ടുള്ളൊരു ഹോഴ്സാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു അനദർ യൂണിവേഴ്സൊക്കെ ഓക്കെയാണ്. കുട്ടി ഒരു സീഷോറിൻ്റെ അടുത്ത് കളിക്കുന്ന രീതിയിൽ ഇതൊരു ഹെവൻലി ഫീൽ ഇതിന് വന്നിട്ടുണ്ട്. ഇത് അതേ കൊള്ളാവുന്ന രീതിയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഗുഡ്. സോ ഇത് നിങ്ങളുടെ ഇമാജിനേഷനാണ്. ഇതിപ്പോൾ എൻ്റെ ഇമാജിനേഷൻ്റെ ലിമിറ്റേഷനാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇമാജിനേഷൻ അനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇതിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. ഇനി ഞാൻ എങ്ങനെയാണ് ഈ ചാറ്റ് ബോർഡ് ബിൽഡ് ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് APIസിനെ കുറിച്ചുള്ള നോളജ് എസെൻഷ്യലാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുൻപ് ചെയ്തത് APIസിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ REST APIനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ കാണാം. കാരണം എല്ലാ ഓട്ടോമേഷൻ ബിൽഡ് ചെയ്യാനും വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യാനെല്ലാം APIസിനെ കുറിച്ചുള്ള ബേസിക് നോളജ് എസെൻഷ്യലാണ്. അപ്പോൾ ലിബ്രോമി കണക്ട് എന്ന ചാറ്റ് ബോട്ട് ബിൽഡർ ടൂളിലെ APIസിൻ്റെ ഒരു അഡ്വാൻസ്ഡ് മൊഡ്യൂളാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. വെബ്ബുക്ക് എന്നാണ് ആ മൊഡ്യൂൾ നെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാ API മെത്തേഡ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് കോൺഫിഗറേഷനിൽ പോസ്റ്റ് ഗെറ്റ് പുട്ട് എല്ലാ റിക്വസ്റ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ചാറ്റ് ബോർഡ് ബിൽഡ് ചെയ്യുന്നത്. ഇതിന് മുന്നായിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന APIs എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ OpenAIയുടെ APIs എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് OpenAI ഡോക്യുമെൻറ്റേഷൻ ജസ്റ്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന API റെഫറൻസിൻ്റെ പേജ് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ലോഗിൻഡാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇവിടെ എത്തുന്നത്. അല്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് സൈനപ്പ് ചെയ്ത് പേജിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഇവിടെ എല്ലാ ഡോക്യുമെൻറ്റേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇമേജ് ജനറേഷൻ്റെ API നമുക്ക് നോക്കാം. ഈ ഒരൊറ്റ ഡോക്യുമെൻറ്റേഷൻ തന്നെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും സിമ്പിളായിട്ട് തന്നെ. ഇതാണ് ഒരു പോസ്റ്റ് റിക്വസ്റ്റിൻ്റെ ബോഡി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് അതിൻ്റെ URL വരുന്നത്. മെത്തേഡ് പോസ്റ്റാണ്. പിന്നെ നമുക്ക് ഓതറൈസേഷൻ ബിയറാണ് ഇതിൻ്റെ കൂടെ പാസ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ക്വിക്കായിട്ട് ഈ ഒരു ഇമേജ് ജനറേഷൻ്റെ API തന്നെ ഒന്ന് ട്രൈ നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ പോസ്റ്റ്മാനിലേക്ക് പോവാണ്.
പോസ്റ്റ്മാനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഏത് API ടെസ്റ്റിംഗ് ടൂൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മാനിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അത് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ അതിലൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഞാനൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തു. അതിൽ പോസ്റ്റ് റിക്വസ്റ്റ് സെറ്റ് ചെയ്യുവാണ്. ഞാൻ ഈ ഒരു കേളിന് ശേഷമുള്ള URL കോപ്പി ചെയ്തു. അതിനുശേഷം ബോഡിയിലേക്ക് പോവാണ്. ബോഡിയിൽ റോ സെലക്ട് ചെയ്യുന്നു. ഓൾറെഡി JSON ആണ് സെലക്ട് ആയിരിക്കുന്നത്, സോ ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ JSON സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ കേളി ബ്രേസിനുള്ള ഈ ഒരു ഒബ്ജക്റ്റ് കോപ്പി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിനുള്ള ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഒക്കെ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഓതറൈസേഷൻ ബിയർ കൂടി വേണം. അപ്പോൾ അത് നമ്മൾ ഓതറൈസേഷൻ എന്ന ടാബിൽ പോയി കഴിഞ്ഞാൽ ബിയർ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പോസ്റ്റ്മാനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോക്കൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ API കീസ് ഇവിടെ കാണാം. ഈ APIs ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടോക്കൺസ് ഇത് ഞാൻ മുൻപ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പുതുതായിട്ടൊരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു നെയിം കൊടുത്തു ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ടോക്കൺ ഞാൻ കോപ്പി ചെയ്തു. ഈ ടോക്കനാണ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നത്. ഇനി എനിക്കിവിടെ പ്രോംപ്റ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇതൊരു കീ വാല്യൂ പേഴ്സ് ആണ്, ഇതൊരു JSON ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കാണാം മോഡൽ DALL-E 3 ആണ് ഉപയോഗിക്കുന്നത്. പ്രോംപ്റ്റ് വൈറ്റ് സിയാമീസ് കാറ്റ് ആണ്. അപ്പോൾ അതിനുശേഷം സൈസ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് ഞാനൊരു കമാൻഡ് കൊടുക്കുകയാണ്. നമുക്ക് കമാൻഡ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കേരള വില്ലേജ് സീനറി 500 years ബാക്ക് ട്രഡീഷണൽ ഹൗസസ് ആൻഡ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഇമേജ് ഞാൻ കൊടുത്തിട്ട് ഇനി സിമ്പിളായിട്ടൊരു പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് OpenAIയിൽ തിരിച്ച് റെസ്പോൺസ് വരും DALL-E 3 ഉപയോഗിച്ചുകൊണ്ട്. സോ നമുക്കത് ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അത് കാണാം. നമുക്ക് നോക്കാം. ഇമേജ് കുറച്ച് ഫണ്ണിയാണ്. ഏതാണ്ടൊക്കെ ഒരു പഴയ കാലം പോലെ വന്നുന്നുണ്ടെങ്കിലും അവരുടെ ഫേസ് ഒന്നും ക്ലിയർ അല്ല. ഇത്ര സിമ്പിളാണ് അതിൻ്റെ API സിസ്റ്റം, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് വഴി ആ ഒരു URLലേക്ക് ഇന്നൊരു ബോഡി കൊടുത്തു, ഒരു ഒതൻറ്റിക്കേഷൻ ടോക്കണും കൂടി പാസ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ കിട്ടി. ഇതേ ഒരു സിസ്റ്റമാണ് നമ്മൾ ചാറ്റ് ബോട്ടിനുള്ളിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഈ വീഡിയോൻ്റെ ആദ്യം ഞാൻ പ്രസൻറ്റ് ചെയ്ത AI ജനറേറ്റ് ചെയ്യുന്ന ചാറ്റ് ബോട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്, അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ മിഡ് ജേണി എന്നുള്ള ചാറ്റ് ബോട്ടാണ് ഞാൻ ബിൽഡ് ചെയ്തത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ആദ്യം നോക്കാം. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ട്രിഗർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നൊരു വേരിയബിൾ സെറ്റ് ചെയ്തോ എന്ന് നോക്കുകയാണ്. സോ നമുക്കിവിടെ ഒരു സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വേരിയബിൾ നെയിം കൊടുത്ത് അത് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുന്നു, ഡിഫോൾട്ട് കണ്ടീഷൻ ട്രിഗർ ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് 1 അലോക്കേറ്റ് ചെയ്യാണ്. ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു ക്രെഡിറ്റ് അലോക്കേറ്റ് ചെയ്യണം. ഞാനത് ക്രെഡിറ്റ് 2 അലോക്കേറ്റ് ചെയ്യണം. വരുന്ന എല്ലാവർക്കും 2 ക്രെഡിറ്റ് വരട്ടെ. അപ്പോൾ അതിനുശേഷം പ്രോംപ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കുകയാണ്. അപ്പോൾ പ്രോംപ്റ്റ് ഒരു വേരിയബിളിലേക്ക് കളക്ട് ചെയ്യുന്ന മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിനുശേഷം ജനറേറ്റിംഗ് ഇമേജ് എന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം സബ്സ്ട്രാക്ഷൻ ചെയ്യുകയാണ്. ഒരു ക്രെഡിറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കഴിയാണ്. സബ്സ്ട്രാക്ഷൻ 1 ആണ്. ഓക്കെ, 2 ക്രെഡിറ്റ് ഇനീഷ്യലി കൊടുത്തു, ഇവിടെ എത്തുമ്പോൾ ഒരു ക്രെഡിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മുടെ APIയിലേക്ക് കോൾ പോകുന്നു. അവിടെയാണ് ബാക്കി ഇമേജസ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇമേജ് ജനറേറ്റ് ചെയ്ത് സെൻഡ് ചെയ്തതിന് ശേഷം ഗ്ലാഡ് യു ലൈക്ക് ഇറ്റ് എന്ന് ചോദിക്കുകയാണ്. പെൻഡിങ് ക്രെഡിറ്റ് എത്രയാണെന്നുള്ളത് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് ആയിട്ടുണ്ട്. അപ്പോൾ പെൻഡിങ് ഇത്ര ക്രെഡിറ്റ് എന്ന് കാണിക്കും. അപ്പോൾ അതിനുശേഷം ഐ വാണ്ട് ടു ട്രൈ മോർ എന്ന് പറഞ്ഞ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്ത മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു ക്വിക്ക് റിപ്ലൈ ആണ്. ഇപ്പോൾ ക്വിക്ക് റിപ്ലൈ മെസ്സേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് മൾട്ടിപ്പിൾ ബട്ടൺ മെസ്സേജുകൾ നമുക്ക് കൊടുക്കാം. ബട്ടൺസുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു മൊഡ്യൂളാണ് ഈ കാണുന്നത്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്നും ആ ഒരു നോഡ് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും തിരിച്ച് ഈ ഒരു സെക്ഷനിലേക്ക് പോകുമ്പോൾ ക്രെഡിറ്റ് സെറ്റ് ആയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ക്രെഡിറ്റ് സെറ്റ് ആയതുകൊണ്ട് ഈ കണ്ടീഷൻ ക്രെഡിറ്റ് സെറ്റായിലേക്ക് പോകുന്നു. ഇപ്പോൾ ക്രെഡിറ്റ് നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ പല കണ്ടീഷൻസുകളും അവൈലബിൾ ആണ്. ഈ സെറ്റ് ഈസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ. അപ്പോൾ അതിന് ക്രെഡിറ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 1 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രിഗർ ചെയ്യാണ്. വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. പ്രോംപ്റ്റ് ചോദിക്കുന്നു. ഈ ഒരു ഓപ്ഷൻ വീണ്ടും ലൂപ്പിൽ റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് ഈ ഒരു കണ്ടീഷൻ തെറ്റാണ്, ക്രെഡിറ്റ് 1-നേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരാണ്. ഈ ഒരു മെസ്സേജിനുള്ളിലേക്ക് വരുമ്പോൾ ഒരു ക്രെഡിറ്റിന് എത്ര ഇമേജാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. 10 ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യാൻ $1 കോസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ 20 ക്രെഡിറ്റ്സ് ആണെങ്കിൽ $5. അപ്പോൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ സ്ട്രൈപ്പിൻ്റെ പേയ്മെൻറ്റ് ലിങ്കിൻ്റെ മെസ്സേജാണ് പോകുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ലിങ്കിൻ്റെ മൊഡ്യൂൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഉള്ള നമുക്ക് റെസോർ പേ ഉണ്ട്, സ്ട്രൈപ്പ് ഉണ്ട്, ഇൻസ്റ്റാമോജി ഉണ്ട്, പല ഗേറ്റ് വേസ് അവൈലബിൾ ആണ്. അത് നമ്മൾ കോൺഫിഗർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സ്ട്രൈപ്പ് ക്രെഡൻഷ്യൽസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എമൗണ്ട് 1 ആണ്, USD ആണ് എമൗണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു സെക്ഷനിൽ എത്തിക്കഴിയുമ്പോൾ ഒരു മെസ്സേജ് ജനറേറ്റ് ആവും. അതിൽ പേയ്മെൻറ്റ് ലിങ്ക് ഉണ്ടായിരിക്കും, അതുവഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് സക്സസ് ആണെങ്കിൽ, അതിപ്പോൾ UPI ആണെങ്കിലും സ്ട്രൈപ്പ് ആണെങ്കിലും ഏത് ഗേറ്റ് വേ ആണെങ്കിലും സക്സസ് ആയി കഴിയുമ്പോൾ ഇന്നൊരു മെസ്സേജ് ആയിരിക്കും പോവുക. ഓക്കെ, ഇപ്പോൾ അഡീഷണലി എന്ത് ചെയ്യും, ക്രെഡിറ്റ് അഡീഷൻ ആവും. ഇപ്പോൾ ഓൾറെഡി ഉള്ള ക്രെഡിറ്റിൻ്റെ കൂടെ 10 ക്രെഡിറ്റ്സ് അഡീഷൻ ആവുന്ന കണ്ടീഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് സെറ്റ് മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇത്രയും ക്രെഡിറ്റ് ഉണ്ടെന്നുള്ളൊരു മെസ്സേജ് കസ്റ്റമറിലേക്ക് പോകും. തിരിച്ച് വീണ്ടും ഒരു ബട്ടൺ മെസ്സേജ് കൂടി പോവാണ്, ജനറേറ്റ് ഇമേജ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും എന്തുവാണ്, ആ ഒരു ഗ്രൂപ്പിലേക്ക് ജമ്പ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ചാറ്റ് ബോട്ടിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ഇതുവഴി ഈ ഒരു എക്സിസ്റ്റിംഗ് ചാറ്റ് ബോട്ടിൻ്റെ ഏത് സെക്ഷനിലേക്ക് വേണമെങ്കിലും ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കണ്ടോ. ഗ്രൂപ്പ് 1, 4 പല പല ഗ്രൂപ്പുകളാണ് ഇവിടെ വരുന്നത്. ക്ലിക്ക് ചെയ്ത് അതിലേക്ക് ജമ്പായി പോകും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലൂപ്പിലേക്ക് വന്ന് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അതല്ല 20 ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേയ്മെൻറ്റ് ലിങ്ക് ആയിരിക്കും പോവുക. അപ്പോൾ അഡീഷണൽ 20 ക്രെഡിറ്റ്സ് കിട്ടും. അങ്ങനെ ഇത് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഈ ഒരു നോഡിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുകയാണ്. പേയ്മെൻറ്റ് ഫെയിൽഡ് എന്ന് പറഞ്ഞ മെസ്സേജും, ഫെയിൽഡ് ആണെങ്കിലും ടൈം ഔട്ട് ആണെങ്കിലും ക്യാൻസൽ ആണെങ്കിലും എല്ലാം ഈ ഒരു മെസ്സേജിലേക്ക് വിടുവാണ്. തിരിച്ച് വീണ്ടും ഒരു സ്റ്റാർട്ടിംഗ് മെസ്സേജിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യും. സോ ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു കസ്റ്റം പ്രോഗ്രാം ചെയ്ത് ചെയ്യാനാണെങ്കിൽ നല്ല രീതിയിൽ എഫോർട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ സിംപ്ലി നോക്കൗട്ട് ചാറ്റ് ബോട്ട് ബിൽഡർ ഉപയോഗിച്ചൊരു യൂസ് കേസ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ചെന്ന് മാത്രം. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യലൊക്കെ മനസ്സിലായെന്ന് കരുതു. സോ നിങ്ങൾക്ക് എന്തായാലും ഈ ചാറ്റ് ബോട്ട് ട്രൈ നോക്കാം. കൂടാതെ librami.com വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷനെ കുറിച്ച് മനസ്സിലാവും. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ തീർച്ചയായിട്ടും ആൻസർ ചെയ്യും. ബിൽഡ് ചെയ്തിരിക്കുന്ന ചാറ്റ് ബോട്ട് എപ്പോഴെങ്കിലും ഡൗൺ ആവുകയാണെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവൈലബിലിറ്റി നോക്കിയിട്ട് തീർച്ചയായിട്ടും അപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, പിന്നെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.